പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഗുഡ് മോർണിംഗ്. എൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ഒരു വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. ഭയങ്കരമായ രണ്ടര മാസം ആശുപത്രി കിടന്ന സമയത്ത് എൻ്റെ കുഞ്ഞുനാടിൽ പിതാവിൻ്റെ മാലയിലുണ്ട ഒരു മുല്ലപ്പൂ എടുത്ത് അപ്പൻ എൻ്റെ വായി വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മുതലാണ് എൻ്റെ രോഗം ഇറങ്ങാൻ തുടങ്ങിയത്. 2.5 മാസം ആശുപത്രി കിടന്ന. അപ്പം അതൊക്കെ കണ്ടിട്ട് വളർന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓരോ സാധനമൊക്കെ വിചരിച്ച് തരണത്. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ തിരുവസ്തുക്കൾ ഇതിനകത്ത് വിശ്വാസം പകർന്നു കഴിഞ്ഞാൽ അതൊരു തിരുവസ്തുക്കൾ വിശ്വാസത്തിൻ്റെ മീഡിയമായിട്ട് പ്രവർത്തിക്കും. ദശൊക്കെ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തിരുവസ്തുക്കളില്ലേ, നിറച്ച വസ്തുക്കളൊക്കെ കയ്യിലുള്ളത് സൂക്ഷിക്കണേ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാതൃതേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർക്കുക. ചിലപ്പോൾ ഇന്നലെ ഓർത്ത നിയോഗം തന്നെ ആയിരിക്കാം ഇന്ന് ഓർക്കണം. അത് കുഴപ്പമൊന്നുമില്ല. അത് ഇന്നത്തേതായിട്ട് ഓർക്കുക. കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർക്കുക. എഴുത്തുകുത്തുകൾ, ഫോൺ വിളികൾ. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നല്ല സെൽഫോണല്ലേ എൻ്റെ അകത്ത് മുഖ്യധാരമായിട്ട് വരണത്. അപ്പോൾ പോകേണ്ട കാര്യമില്ല. എല്ലാം മെസ്സേജ് വരണ മെസ്സേജുകൾ. എല്ലാവരും മെസ്സേജ് നോക്കിയിരിക്കുകയല്ലേ. റിസൾട്ടൊക്കെ വന്ന മെസ്സേജിലൂടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് നമ്മുടെ ഫോൺ എപ്പോഴും നമ്മൾ രാവിലെ എടുക്കുമ്പോഴേ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി എടുക്കണം നല്ലതാണ് കേട്ടോ. കാര്യം നമ്മുടെ ജീവിതം ഇന്ന് ഫോണുമായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകണ ഫോൺ വഴിയാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് നരകത്തിൻ്റെ സുഖത്തിൻ്റെ വാതിൽ ഫോണാണ്. അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ പറയണം കേട്ടോ. ആമേൻ പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയിൽ ആശംസിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത്. കർത്താവെ, അങ്ങയുടെ മക്കൾ അവർക്കെല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന അന്ന് നിങ്ങൾക്ക് നൽകാൻ കാരണം. എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ കേട്ട് എഴുന്നേൽക്കണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശക്തി പ്രാപിച്ച് വേണ്ടി ജീവിതത്തിലേക്ക് പോകണം. അങ്ങനെ ഉള്ള യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ചെയ്യും. കർത്താവ്, മക്കൾ സർട്ടിഫിക്കറ്റുമായി യാത്ര ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് അവരുടെ ഹോംവർക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അപേക്ഷകളുമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ആവശ്യത്തിന് വേണ്ടി പോകുന്നവർ നടക്കുമോ ഇല്ലയോ,
ചിലർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് നടക്കുക. അതുകൊണ്ട് ദൈവത്തെ പോലും വിളിക്കാതെ അവരെടുത്ത് ചാടിപ്പോകും. പക്ഷെ അത് നടന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പ്രയോജനപ്പെടാതെ വരും. അതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ള മന്ദബുദ്ധികളും അങ്ങയുടെ തിരുസേന അവരെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെയും വിവേകത്തോടെയും വിവേചനത്തോടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക വരപ്രസാദം അങ്ങനെ മക്കൾ നൽകണം കർത്താവ്. സർവോപരി വിശ്വാസം അവർക്ക് മക്കൾ നൽകണം കർത്താവ്. ഒത്തിരി നിരീശ്വരമായ അവർ ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമുള്ള മക്കളെ അവരവരുടെ വഴികളിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ചൊരു പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെ ഈശോയെ അവരെ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവരുള്ള അപകടമായ വഴികൾ, ആധ്യാത്മികമായ അപകടം സംഭവിക്കുന്ന വഴികളിലൂടെ പോകുന്നവരുടെ ഈശോയെ. ആധ്യാത്മിക അപകടം സംഭവിക്കുന്ന ബന്ധങ്ങൾ അറിയാതെ കർത്താവ് കിട്ടിയിരിക്കുന്ന തൽക്കാലം കിട്ടിയിരിക്കുന്ന സുഖവും സന്തോഷവും കാരണം കർത്താവ് പ്രാർത്ഥനാ ജീവിതം മുടക്കിയിട്ട് കർത്താവ് ആരാണ് നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കുന്നത് അവർ പറയണ മാത്രം കേട്ടിട്ട് അവരുടെ ഒരു കളിപ്പാവയായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അകപ്പെട്ടു പോയവരുണ്ട് ഈശോയെ. പല പല ബന്ധങ്ങളിൽ ദൈവത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിലും ആധ്യാത്മികത തകർക്കപ്പെടുന്ന ബന്ധങ്ങളിൽ അകപ്പെട്ടുപോരുണ്ട് ഈശോയെ. അപ്പം മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ മക്കൾ തന്നെ കർത്താവെ ഇത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചിന്തിക്കുകയും അതേസമയം തന്നെ പിരിയാവുന്നൊക്കെ വിചാരിക്കുകയും പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഒരു ജഡികമായ ആസക്തിയാൽ പിന്നെ അവരെ വിളിക്കുകയും ചെയ്യുന്ന മൃഗതുല്യമായ ആസക്തിയോടെ സഞ്ചരിക്കുന്ന വ്യക്തിയുണ്ട് ഈശോയെ. ദൈവകൃപ പറ്റിപ്പോയവരുണ്ട് ഈശോയെ. അത് പ്രതിരോധം നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നൽകട്ടെ. പൈശാചിക പീഡകളുടെ ഭയമുള്ളവർ, വേദനയുള്ളവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. രോഗപീഡിതരും മാനസിക അസ്വസ്ഥങ്ങളുള്ളവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, ഒരേ രീതിയിൽ തന്നെ കൂടിയ പ്രഷർ നോർമലാകാതിരിക്കുന്നവർ, അവരുടെ എല്ലാ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഹാരമില്ലാത്തവർ, ആരെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ അടിമകളായി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥകൾ വരുന്ന രീതിയിൽ അതിൻ്റെ പേരിൽ മാനഹാനി നഷ്ടമാക്കാനും മാനസിക നഷ്ടം അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ ഈശോയെ. കുടുംബത്തിൽ തന്നെ വീട് വിൽക്കാതിരിക്കുന്നവർ, അതുപോലെ തന്നെ വിൽക്കാതെ നിവർത്തിയില്ല പക്ഷേ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തകർച്ചയിലേക്ക് പോകുന്ന വിചാരിച്ചുകൊണ്ട് ആകപ്പാടെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുടെ ഈശോയെ അവരെല്ലാം നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ തീരുമാനമില്ലാതെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും തീരുമാനം ഉണ്ടാക്കാൻ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് വേദനിക്കുന്ന എല്ലാ വിഷയത്തിനും വേണ്ടി ദൈവികമായ അടയാളം എത്രയും വേഗം ഉണ്ടായി സാക്ഷ്യം പറയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധായ സർവ്വശക്തൻ നയിക്കുക. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് 9-ാം അധ്യായം 37-ാമത്തെ വചനം. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ല, ബലഹീനമായ ശിശുവിനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. ആക്ടിവിസ്റ്റ് കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം. അതാണല്ലോ ശിശുവിൻ്റെ ഒരു നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ മനസ്സിലാകണത്. എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ചില കുടുംബങ്ങളിൽ അപ്പൻ മരിച്ച് പെങ്ങളെയും മക്കളെയും കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. പെങ്ങൾക്കാണെങ്കിൽ അസുഖമാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ. അപ്പം നമുക്കൊരു ഭാരമായിട്ട് തോന്നും കഴിയും. അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയും മക്കളും ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ അവരുടെ മാറ്റി താമസിക്കും. എന്തായാലും നമ്മുടെ വരുമാനത്തിന് ഒരു ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ബലഹീനമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അവരെ സന്ധിക്കുന്ന ഒത്തിരി ആങ്ങളമാരൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഇതുപോലെ ആങ്ങളമാരുടെ തന്നെ ബന്ധുക്കൾ, ഇതുപോലെ ആയിപ്പോയ ബന്ധുക്കളെ രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഹായിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ സഹായിക്കുമ്പോൾ എന്നിട്ട് പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നിങ്ങൾ പറയണവർ കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ പോകേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പോവുകയോ സംസാരിക്കേണ്ടത് പറഞ്ഞ സ്ഥലത്ത് അവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടനെ പോലീസാകും. എന്നാൽ പിന്നെ നിങ്ങൾ ജീവിക്കാൻ കാണട്ടെ, എൻ്റെ കാശ് കൊണ്ട് നിങ്ങൾ ജീവിച്ചത്. നിങ്ങൾ പറയണ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ അത് കുത്തിത്തിരിക്കാനും അതിൻ്റെ അകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാനും ജീവിത പങ്കാളി വരും. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ല, അവരവരുടെ രീതിയിൽ പോകും. നിങ്ങൾ പറഞ്ഞത് കേൾക്കരുത്, നിങ്ങളുടെ കാശ് മാത്രം മതി. അപ്പോൾ അവർ കുത്തിത്തിരിക്കും. എൻ്റെ മക്കൾ, ഇതെല്ലാം ശൈശവ സമയമാണ്.
മനുഷ്യന്മാരുടെ നിവർത്തികേടുകൾ. ശിശു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിവർത്തികേടിനും കൈയും കാലും വെച്ചേക്കുന്ന സംഭവമാണ് ശിശു. അപ്പം ഈ അങ്ങനെയുള്ള സാഹചര്യത്തെയും വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്കൊരു റിട്ടേൺസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കണം. അപ്പം എന്തെങ്കിലും ഭാരങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത, നമുക്ക് തൽക്കാലം നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലും ഭാരങ്ങൾ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ, വ്യക്തികളുടെ ഉത്തരവാദിത്തം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഈശോ പറയണത് എൻ്റെ നാമത്തെ എടുത്തോളാം, എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനാണ്. എനിക്കിതൊക്കെ ഇതിൻ്റെ ഗുട്ടൻസൊക്കെ പണ്ട് വരെ അറിയാവുന്നതാണ് ഈ വചനം. ഇപ്പം എന്നോട് ഈശോ പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട്. ഞാനതുകൊണ്ട് ഇന്ന് എങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കത്തുള്ളൂ? എന്താണ്? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് നികുതിയായി വരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വരുമാനമോ പ്രത്യേക ഗുണങ്ങളോ ഒന്നും ഇല്ലാതെ വരുന്ന വിഷയങ്ങൾ, റിട്ടേൺസ് ഇല്ലാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എന്നിട്ട് നിങ്ങൾ അവരോട്, ചിലപ്പോൾ നിങ്ങളുടെ അധ്വാന ബലം കൊണ്ട് അവർ ജീവിക്കണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ അവർ കേൾക്കത്തില്ല. അവർ മനഃപൂർവ്വമല്ല, അവർ മനുഷ്യരല്ലേ. അപ്പം അതൊക്കെ മനസ്സിലാക്കി ക്രിസ്തു എന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പത്രോസ് സാബത്ത് ദിവസം അവിടുന്ന് കണ്ടവൻ്റെ പറമ്പിൽ നിന്ന് ഗോതമ്പ് മണി എടുത്ത് കഴിച്ചു. പശേര് അവരെ തൊണ്ടക്ക് പിടിച്ചു. അത് ഈശോനെ അവരെ വെച്ച് അപമാനിച്ചു. അപ്പോൾ ഈശോ പത്രോസ് വിചാരിച്ചു ഈശോ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുമെന്ന്, പറഞ്ഞു വിടുമെന്ന്, ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ആ കാര്യമില്ല. ഈശോ ഇത് മൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് പറയും ആ സാരം ദാവീദൊക്കെ എന്താ ചെയ്തത്? വിശന്നപ്പോൾ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈശോ വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുത്തത് അവിടെ, അല്ലാതെ നിയമത്തിനല്ല. എന്ന് വെച്ചാൽ സാബത്ത്. അപ്പോൾ വിശപ്പ് സാബത്തിനേക്കാളും നിയമ സംവിധാനത്തെക്കാളും അപ്പുറത്താണെന്ന് എൻ്റെ അർത്ഥം. അത് അഡ്രസ്സ് ചെയ്യേണ്ടി ഒരു സഭയായാലും ആരായാലും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമുക്ക് റിട്ടേൺസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കുത്തിത്തിരിക്കും. വല്ല പ്രയോജനമുണ്ട്? എന്ത് കാര്യമുണ്ട്? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടിട്ട് നിങ്ങളവിടുന്ന് മാറിയേക്കണം. അത് കേൾക്കേണ്ടതെന്ന് ചെയ്യണം. നിങ്ങൾ കേൾക്കേണ്ടല്ലെങ്കിൽ പറയാവുന്നവർ പറയും. പക്ഷെ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി എടുത്തിട്ട് കുരിശ് കൃപയാക്കണം. ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി കഴിഞ്ഞാൽ ഉടനെ കുരിശ് കൃപയായി വരും. എത്ര കള്ളന്മാർ കുരിശം തൂങ്ങി, എന്നിട്ട് അതൊന്നും കൃപയായില്ലല്ലേ? ക്രിസ്തു തൂങ്ങിയോണ്ടല്ലേ കുരിശ് കൃപയായത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിലൊരു കുരിശെടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപയായിട്ട് മാറും. അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത, നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലാത്ത, നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത എല്ലാ വിഷയങ്ങളും, വ്യക്തികളും, സംഭവങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് കൃപ നിറയാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ വചനം എപ്പോഴും ഓർത്തേണ്ട, ആയുധധാരിയായ ബലവാൻ. അത് ശരിക്കും പറഞ്ഞ അത് ദൈവത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചോളൂ. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ഈ ശക്തൻ ദൈവമാണ്. ദൈവത്തെ കൊണ്ട് നിൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കണം, കാവൽ നിർത്തണം. ഇതിന് ഫിഡലിറ്റിയുടെ ഒരു ഇഫക്റ്റാണത്. അതുകൊണ്ടാണ് വൈ ഐ ആം പ്രൊമോട്ടിങ് ഫിഡലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഫെയ്ത്ത്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തത പ്രൊമോട്ട് ചെയ്യാൻ കാരണം? അത് ഈ പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലമാണ്. വിശ്വസ്തത. ഈ നമുക്ക് ജോലി കിട്ടിയാൽ മാത്രം പോരാ, ഭർത്താവിനെ ഭാര്യയോ കല്യാണം കിട്ടിയാൽ മാത്രം പോരാ, കുഞ്ഞുങ്ങളെ ഉണ്ടായാൽ മാത്രം പോരാ. ഇവരെല്ലാം നമുക്ക് ഉപയോഗപ്പെടണം, അനുഭവവേദ്യമാകണം. ആൻഡ് ബ്ലെസ്സിങ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ബ്ലെസ്സിങ്സ് ഈ രണ്ട് കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അത് അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം. ഹെബ്രായർ 10:23 നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ വിശ്വസ്തയുടെ ഭാഗമാണ് സ്ഥിരത. മനസ്സിലായില്ലേ? അതായത് വളരെ പരിശുദ്ധാത്മാവ് ഒത്തിരി വിത്ത് ഒരു സ്പ്ലെൻഡർ ഇൻ്റലിജൻറ്റിലാണിത് അഭിഷേകം പ്രകാരം എഴുതിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, ഇറ്റ് ഈസ് വണ്ടർഫുൾ. എന്നൊക്കെ ഒന്നേറ്റ് പറഞ്ഞു, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ. അവൻ ആരാണ്? വിശ്വസ്തൻ. അവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അച്ഛൻ എപ്പോഴും പറയത്തില്ല, ബൈലാറ്ററൽ ആയിട്ടുള്ള ഫിഡലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഉഭയകക്ഷി.
ദൈവം വിശ്വസ്തനാണെങ്കിൽ നമ്മളും എന്താ പറയണത്, നമ്മളും പ്രത്യാശ ഏറ്റു പറയുന്നത് നമ്മളും സ്ഥിരതയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളും വിശ്വസ്തരുള്ളവരായിരിക്കണമെന്ന്. അത് ബയലാറ്ററൽ ഫിഡലിറ്റിയാണ്, ഉടമ്പടിയുടെ ഒരു ആത്മാവാണത്. എന്താണ്? ദൈവം വിശ്വസ്തനാണ്, അതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. ഈ വിശ്വസ്തതയാണ് എന്തിനാണ്? വിശ്വസ്തത എങ്ങനെയാണ് നമ്മൾ ഏറ്റു പറയണത്? വിശ്വസ്തത അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കണ വിശ്വസ്തത വാക്കിലോ പ്രവൃത്തിയിലോ എന്തിനാണ് ലക്ഷ്യം വെക്കണത്? നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിലാണ്. നമുക്ക് സകല വാഗ്ദാനങ്ങൾ യേശുവിൽ എന്താണ്? അതേ തന്നെയാണ് അല്ലേ? അതുകൊണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ. അത് ഏറ്റു പറയണം. ഏറ്റു പറയണം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തത കാണിക്കണം. ബിബിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ബിബിന് എന്താ ചെയ്തതെന്നറിയാമോ? ബിബിൻ ചെയ്തത് പത്രം കോവിഡ് കാലത്താണ് ഇവിടെ വരണത്. ഇവൻ ഈ 3-4 പേരൊക്കെ പല ദിവസങ്ങളൊക്കെ അവന് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഈ അമ്മയെ തിരക്കി ഇവിടെ വരും. അപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുക. അപ്പോൾ വാദിക്കലിരിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാവും പോകും. അവൻ്റെ ബിടെക് കാര്യങ്ങളും പരീക്ഷകളൊക്കെ അവൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്യും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് അവർ തീർത്ഥാടന ഉടമ്പടി ചെയ്യണമെന്ന് വെച്ചാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവം ലൈനിലാവും. അവൻ്റെ വാക്കുകൾക്ക് അവൻ്റെ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആദ്യം ഇവന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഇവൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വൈ ഉടമ്പടി, എന്തുകൊണ്ടാണ് ഉടമ്പടി എന്ന് നിങ്ങൾ അറിയണം. എവിടെയാണ് ഉടമ്പടി തുടങ്ങേണ്ടത്? വാട്ട് ഈസ് ദ കോസ് ആൻഡ് സ്പേസ് ഓഫ് ദി കവനൻറ്റ്? എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഉടമ്പടിയുടെ? അത് നമ്മുടെ ഡീമെറിറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയുടെ കാരണം നമ്മൾ എന്തിനാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്? നമ്മുടെ മെറിറ്റ് ലൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യുക. നമുക്കറിയാമല്ലോ, ഇപ്പോഴും ഞാനിവിടെ OIT, MOH, ഹാദ്, PSC, ബിടെക്കാരൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞായറാഴ്ച മാത്രമേ ഞാൻ ആൾക്കാരെ കാണാതുള്ളൂ, ബാക്കി എല്ലാ ദിവസവും കാണാം. പക്ഷേ നിങ്ങൾ കാര്യം ചെയ്യണം, ഞാനിവിടെ ഉണ്ടോ ഇല്ലേ എന്ന് വിളിച്ച് നോക്കി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. കാര്യം എനിക്ക് ബിഷപ്പ് ഹൗസിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങളായിപ്പോൾ തന്നെയല്ല പല സ്ഥലങ്ങളിൽ കൃപാസനത്തിന് ശുശ്രൂഷകളല്ല പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾക്ക് എനിക്ക് ബൈ പേഴ്സൺ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഓഫീസർമാർ അത് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റാണ് 1-2 എണ്ണം. അപ്പോൾ ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ് ഇപ്പോൾ സിമിത്തേരി പണിയുന്നുണ്ട് എൻ്റെ പള്ളിയിൽ ഇടവകെ. അതെല്ലാം റിമോട്ടിൽ ചെയ്യുകയാണ്. പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ ചെല്ലേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ മസ്റ്റ് പോകുമ്പോൾ അത് എൻ്റെ മക്കളൊന്ന് അറിയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് 9447285400 വിളിച്ച് ചോദിക്കും. അതാണ് നമ്പർ. അച്ഛൻ അത് ആ നമ്പറിൽ വേറെ ആരും വിളിച്ചെടുക്കത്തില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ അച്ഛൻ നാളുണ്ടോ, രോഗിയെ കൊണ്ടുവരാനാണെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാകത്തില്ല. ചില ആൾക്കാരെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത ദിവസം ഒന്ന് പോകും. ഇപ്പോഴേ വിഴിഞ്ഞാൻ സമരം നടക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി കരിദിനത്തിൻ്റെ ദിവസം ഞങ്ങൾ വേറെ സമരം കളക്ടറേറ്റ് ധർണയ്ക്ക് പോയി. ഇപ്പോൾ ഇന്നലെ ജയശങ്കറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതായത് ഞാൻ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന്. കാര്യം ഈ കൊച്ചി തുറമുഖത്തിൻ്റെ വരവോടുകൂടിയാണ് 100 കിലോമീറ്ററിൽ 5 കിലോമീറ്റർ വീതിയിലും 100 കിലോമീറ്റർ നീളത്തിലും കേരളത്തിന് ഈ കൊച്ചി ആലപ്പുഴ മേഖലയെ തീരം നഷ്ടപ്പെട്ടത്. ആ സർക്കാർ വികസനത്തിൻ്റെ പേരിൽ ഇരകളായി പോയതാണ്. ഒരു വീടിന് മനോരമയിൽ കഴിഞ്ഞ ദിവസങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 1922 100 കൊല്ലം മുമ്പ് ഒറ്റ കടൽക്ഷോഭത്തിൽ ഒരു വീടിന് 2000 തെങ്ങ് നഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ സാമ്പത്തികമായ തകർച്ച അങ്ങനെ എത്രയോ വീടുകൾക്ക് പോയി, കരകൾ പോയി, തെങ്ങുകൾ പോയി, വീടുകൾ പോയി, എല്ലാം കടലൊഴിച്ച് പോയത് ഒരു തുറമുഖം ഉണ്ടാക്കിയാണ്. വിഴിഞ്ഞം പോലെ ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിന് വി ആർ നോട്ട് അഗൻസ്റ്റ്. മേരി മാഗ്ഡലിൻ പള്ളിയും ഒരു ഇടവക അങ്ങനെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് കൊടുത്തൊരു സഭയാണിത്. നിരുപാധികം ഒഴിഞ്ഞു കൊടുത്തതാണ്. അപ്പം വി ആർ നോട്ട് അഗൻസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വികസനത്തിനെതിരല്ല. പക്ഷേ എന്താ വേണ്ടത്? ജീവിക്കാനുള്ള അവകാശമാണ്. പിറന്ന മണ്ണിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. ആ പോരാട്ടം ഇനി നേരെ കടലോരം മുഴുവൻ നടക്കും. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് കുടിയേറ്റ അവിടെയുള്ളവരെല്ലാവരും ഇന്നലെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ഈ സമരം നിസ്സാരമല്ലെന്നാണ്. എവിടെയെല്ലാം ഇങ്ങനെ വികസന കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമാകുന്നുവോ അവിടെയെല്ലാം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ബാധ്യത ബേസിക്കായിട്ട് ക്രിസ്ത്യാനിക്കുണ്ട്. ശരിക്കും അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് നീതിക്ക് വേണ്ടിയുള്ള നിലവിളി, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, ഇതെല്ലാം സുവിശേഷ പുണ്യമാണ്. ഈശോ എത്രയോ പ്രാവശ്യം നേരത്തെ പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തരാക്കപ്പെടും. അപ്പോഴെപ്പോഴായാലും അത് കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കേണ്ട ഒരു സമയം വരുമ്പോൾ, നീതിക്ക് വേണ്ടി കരയേണ്ട ഒരു സമയം വരുമ്പോൾ വിശക്കും കരയുകയും അത് നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവുമായിട്ട്
അധികാര സ്ഥാനങ്ങളിൽ അറിയിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ചില സമയത്തൊക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ കച്ചവടം ഉണ്ടാകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ 30 കൊല്ലമായിട്ട് കൃപാസൻ ഇൻവെസ്റ്റാണ്. 87 മുതൽ ഞാൻ ഈ വിഷയത്തിന് ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി പോകാൻ കാരണം. 1.25 ലക്ഷം രൂപ മറ്റും ഹൈക്കോടതി പോയിരിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും വിഷയം സീരിയസ് ആയത് നമുക്ക്, അതായത് 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് വേണ്ടത്. ഇപ്പോൾ ഗർഭിണികൾക്ക് കടലോരത്തെ ഗർഭിണികൾക്കൊന്ന് പ്രസവിച്ച് കിടക്കാൻ മാന്യമായ ആശുപത്രി ഉണ്ടോ? ഇവിടെ ആരും കൈ നീട്ടേണ്ട ഒരു കാര്യം തീരത്തിനില്ലായിരുന്നോ? കല്യാണം വരെ കടലിൽ കൂടി കൊണ്ടുപോയൊരു കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സമർത്ഥമായിരുന്നു. ഒരു കുടുംബത്തിന് വനപരമായിരിക്കണം, ഒരു കുടുംബത്തിന് 2000 തെങ്ങേ ഒറ്റക്കട. കൊച്ചി തുറമുഖം തുടങ്ങിയപ്പോൾ അതിൻ്റെ ബ്രിസ്റ്റോ സായിപ്പ് അതിൻ്റെ ഡ്രഡ്ജിങ് തുടങ്ങിയപ്പോൾ അന്നുണ്ടായ ആക്രമണമാണ്. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത്. കോടതി അനുകൂലമായ വിധി തന്നു. ഓൾ ഗ്രീവൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റലി. 100 കൊല്ലമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ വേദനകൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം അതുകൊണ്ടാണ് ഇന്നലെ ജയശങ്കരൊക്കെ ഈ കോടതി വിധി ഡിസ്കസ് ചെയ്തത് വീഡിയോയിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആത്മീയ ബോധവും ഭക്തിബോധവും ഒക്കെ നല്ലതാണ്, പക്ഷേ അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത സുവിശേഷ പരതയുടെ ഭാഗമാണ്, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്. ശ്രുതികടെ അപ്പോൾ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുകയാണ്. അത് ഓർക്കണം. അല്ല ഞങ്ങൾ പറഞ്ഞു നിങ്ങളോട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതും ചെയ്യണമല്ലോ വിചാരിച്ചുകൊണ്ട് മോന്തം കയറ്റി അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ ഒപ്പിച്ചെടുക്കരുത്. അത് പ്രേക്ഷിത പ്രവർത്തനം അല്ല. അത് ശരിക്കും പിന്നെ എന്താ? അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രത്യാശയുടെ ഭാഗമാണ്. ആരുടെ പ്രത്യാശ? ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള പ്രത്യാശ. ദൈവം എന്നോട് വിശ്വസ്തത കാണിക്കും. എൻ്റെ ജോലി, വീട്, വിവാഹം, ഞാൻ അനുഭവിക്കുന്ന എല്ലാവിധ അസമാധാനങ്ങളും, കോടതിയിലെ കേസ്, വിവാഹമോചനത്തിൻ്റെ കേസ്, വീട്ടിലുണ്ടാകുന്ന അലോക്യങ്ങളും, കുട്ടികളില്ലാത്ത അവസ്ഥകളും, കുട്ടികൾ ഉള്ളതിൻ്റെ അവസ്ഥകളും, ഇങ്ങനെ എൻ്റെ കണ്ണീരിൻ്റെ ഓരോ കാരണങ്ങൾക്കും ദൈവം ഇടപെടും. അതിന് അവൻ എന്നോട് വിശ്വസ്തത കാണിക്കും എന്നുള്ള എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാണ് ഹെബ്രായർ 10:23 പറയണത്. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവനായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? ദൈവമായിട്ടാണ് നമ്മളൊരു കക്ഷി. ഉടമ്പടിയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അല്ലേ? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമുക്ക് വല്ല യോഗ്യത ഉണ്ടോ? അതാണ് ഈ അച്ഛന്മാരൊക്കെ ആദ്യകാലങ്ങളിൽ, ചില അച്ഛന്മാരെ, എല്ലാ അച്ഛന്മാരും അല്ലേ, ഇപ്പോൾ സഭയ്ക്ക് മുഴുവൻ മനസ്സിലായി നല്ല പ്രാർത്ഥനയാണ്, ജനങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ട്, സുവിശേഷം സാക്ഷീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം എനിക്ക് ആദ്യകാലം പോലുള്ള വിമർശനങ്ങളില്ല. പണ്ട് എനിക്ക് എപ്പോഴും അച്ഛന്മാർ ഓരോരുത്തരൊക്കെ വാട്സപ്പിലൊക്കെ ഓരോ മെസ്സേജൊക്കെ വിടുമായിരുന്നു. ചില സമയത്തൊക്കെ എന്നെ പിതാവ് വിളിക്കുമായിരുന്നു, അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിതാവിനോട് പക്ഷേ എപ്പോഴും എന്നോട് വളരെ വാത്സല്യത്തോടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഉപദേശം നിർദ്ദേശം നൽകി ചേർത്ത് നിർത്തുകയുള്ളൂ. എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരുന്നൊരു വിഷയം, ഇപ്പോൾ നമ്മൾക്ക് ഒരു വിഷയമുണ്ടായി, ഈ വിഷയം ചില സമയത്ത് നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങണതായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്? നമ്മൾക്കുണ്ടായിരുന്ന വിഷയം നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങാത്തപ്പോഴാണ് ഉടമ്പടി ചെയ്യണത്. നിങ്ങൾക്കറിയാമല്ലോ, മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യത. ഗതികേട് കൊണ്ട് ഞാൻ ചില സമയത്ത് ഈ സാധനമൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, കാരണം ഇംഗ്ലീഷ് വാക്കാണ് പറയുന്നത്. പക്ഷേ ചേച്ചിമാർക്ക് ചിലർക്ക് മെറിറ്റ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അച്ഛൻ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് പോലെ അറിയാം. അത് യോഗ്യത. ഒരു വിഷയം നടക്കണമെങ്കിൽ നിങ്ങളുടെ വീട് വെക്കുക, നിങ്ങൾക്ക് വിവാഹം കഴിക്കുക, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക, നിങ്ങൾക്ക് ജോലി കിട്ടുക, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുക, നിങ്ങൾ വിശ്വത്തേക്ക് പോവുക, നിങ്ങളുടെ വിസ അടിച്ചു വരിക, ഇങ്ങനെ ഓരോ ഈവൻസിന് 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? മെറിറ്റ് ആൻഡ് ഗ്രേസ് വേണം, അല്ലേ? ഒന്ന് നമുക്ക് യോഗ്യത ഉണ്ടാകണം, പിന്നെ എന്താണ്? വരപ്രസാദം ഉണ്ടാകണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? വൈ കവനൻ്റ്? എന്തുകൊണ്ടാണ് കവനൻ്റ്? നമ്മൾക്ക് ചില സമയത്ത് മെറിറ്റിൽ ചില സമയത്ത് നമ്മൾക്ക് കുറവായിരിക്കും മെറിറ്റ്. മനസ്സിലായില്ലേ? അതാ പ്രശ്നം. വിപിൻ്റെ പ്രശ്നം കണ്ടു. വിപിൻ എന്താ പറയണത്? വിപിൻ പറയണത് എനിക്ക് കുറേ ഇൻറ്റേർണൽ മാർക്ക് കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. 20 പേപ്പർ എഴുതിയെടുക്കാനുണ്ട്. ബിടെക്കാർക്ക് മറ്റൊരു അക്കാഡമിഷ്യൻസൊക്കെ അറിയാൻ പറ്റിയത് എന്താ പറയണതെന്ന്. അതായത് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കുണ്ടല്ലോ, അത് റെക്കോർഡിലൂടെ അല്ലെങ്കിൽ ഹോം വർക്കിലൂടെയൊക്കെ വരണ മാർക്കുകളാണ്. അതിവനില്ല, മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇൻറ്റേർണൽ മാർക്ക് ഇല്ലെന്ന് അവൻ പറയണത് പല വിഷയങ്ങൾക്കും. പിന്നെ അതുകൊണ്ടാണ് അവന് ഹോപ്പില്ലാത്തത്. ഞാൻ ഇങ്ങനെ എന്ത് എഴുതാനാണ്? എനിക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കില്ലല്ലോ, ഇൻറ്റേർണൽ മാർക്കില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് 20 പേപ്പർ എഴുതുന്നത്? അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞെന്ന്. അതിൽ രസമാണ് അതൊരു സാക്ഷ്യം കേൾക്കാൻ. അവസാനം ഞാൻ എഴുതാൻ പോകാൻ പോകുമ്പോൾ ഞാൻ ഒരു പണി ചെയ്ത് കുറേ പത്രം വാങ്ങിച്ചു ഓട്ടോറിക്ഷക്കാർക്ക് കൊടുത്തത്.
എന്തിനാ അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നീ ഓട്ടോറിക്ഷ കൊടുത്തത്? അല്ല, ഓട്ടോറിക്ഷക്കാരാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് പത്ത് അവിടെ വെച്ചേക്കും, വന്നവർക്ക് അവർ തന്നെ കൊടുത്തോളൂ. അപ്പോൾ അങ്ങനെയെങ്കിലും കർത്താവിനെ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കില്ല എന്നാണ് ഇവൻ പറയണത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കോവിഡായപ്പോൾ ലോക്ക്ഡൗൺ ആയില്ലേ, അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി ഓരോരുത്തർക്ക് അഡ്രസ്സ് നോക്കി സെൻഡ് ചെയ്തെന്നു. ഓരോ മനുഷ്യന്മാർ ചെയ്യണ പരിപാടി കണ്ടില്ലേ? അവർ നമ്മൾ പറയണതല്ല ചെയ്യണത്, അതിൻ്റെ ഇരട്ടി കാര്യങ്ങളാണ് ചെയ്യണത്. ഇതെന്താ ഈശോ പണ്ട് പറഞ്ഞതാണ്, നിന്നോട് 1 മൈൽ ദൂരെ പോകാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോകണം. അത് വായിച്ച മോളെ. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ, ഏറ്റു പറഞ്ഞ 1 മൈൽ ദൂരെ പോകാൻ, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. 2 മൈൽ ദൂരം. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ അങ്ങനെയാ. അല്ല, 1 മൈൽ ദൂരെ പോകാൻ പറയുമ്പോൾ എങ്ങനെ 1/2 മൈൽ പോകാം? മലയാളിയല്ലേ, മലയാളിയുടെ പ്രശ്നം അതാണല്ല. 1 മൈൽ പോകാൻ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തത്തിൽ ഇതെങ്ങനെ 1/2 മൈലാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇല്ലേ? അങ്ങനെയല്ല. പ്രേക്ഷിത പ്രവർത്തനം, ദൈവത്തോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് 1 മൈൽ പോകാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? നിങ്ങൾ 2 മൈൽ പോകണം. അതാണ് 5 കാശ് രൂപ വാങ്ങിക്കാവുന്ന ചിഞ്ചു പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞു 10 മേടിക്കുന്നത് പറഞ്ഞു. അത് ലോഡ് കൂട്ടിക്കൊടുക്കരുത്. ഇവരെന്താ ചെയ്തിരിക്കണത്? വിപിനെന്താ ചെയ്തിരിക്കണത്? അവർ പോകാൻ കോവിഡ് ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിപ്പോയി. പക്ഷേ എന്ത് ചെയ്യും? കോവിഡ് കഴിയട്ടെന്ന് പറഞ്ഞ് ഇരുന്നില്ല. അഡ്രസ്സ് നോക്കി എടുത്തിട്ട് അറിയാവുന്ന അഡ്രസ്സൊക്കെ എടുത്തിട്ട് പോസ്റ്റിൽ ഈ സാധനം വിട്ട്. ഇത് എന്താ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ സത്യസന്ധരാണ്, നമ്മൾ വിഷയം ഓറിയൻറ്റഡ് അല്ല, നമ്മൾ ദൈവം ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആണ്, അതാണ് കുഴപ്പം. പരിശുദ്ധാത്മ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. എപ്പോൾ കെട്ടാൻ പറ്റും, ഈ കല്യാണം ഒക്കുമായിരിക്കുമോ, ഇപ്പോൾ ഇതോടുകൂടി ഈ മാസം ഗർഭിണിയാകുമോ, പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആകും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ജഡികരായി പോകും. ജഡികത്തിൻ്റെ കുഴപ്പം എന്താണ്? ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നമ്മൾ ദൈവത്തെയാണ് ഓറിയൻറ്റഡ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിലേ അത് വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഗലാത്യ 6:8. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഇതാണ് ഗലാത്യ 4:8. എന്താ പ്രശ്നം? നമ്മൾ ജഡം വെച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജോലി, നമ്മളെന്താ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാം ജഡമല്ലേ. ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ, സാമ്പത്തികം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതെപ്പോൾ നടക്കും എന്ന് അത് നടക്കണില്ല, ഇത് നടക്കണില്ല, അവർ വന്നില്ല. അപ്പോൾ എന്ത് കൊടുത്താലും തൃപ്തിയാവത്തില്ല. മനസ്സിലായ? അങ്ങനെ അത് ഒന്നിനു വായിച്ച വചനം, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പറ്റേണ്ടത് അതാണ്. നിങ്ങൾ വെക്കണ വിഷയത്തെ മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. അതെപ്പോൾ നടക്കും, അതെങ്ങനെ നടക്കും, അത് നടന്നാൽ പോലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾ അളിഞ്ഞ മോന്തയായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കും. അതാണ് ജഡത്തിനായി വിതയ്ക്കുന്ന നാശം. പിന്നെ എന്താ അടുത്ത വായിച്ചേ? ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ വിതയ്ക്കുന്നവനാവട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അതായത് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി അല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? നമ്മുടെ പ്രയോജനം ആരാ നോക്കേണ്ടത്? ദൈവമല്ലേ നോക്കേണ്ടത്, നമ്മളല്ലല്ലോ അല്ലേ. ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? വിപിൻ അതാണ് ചെയ്തത്. വിപിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു കക്ഷിയാണ് ഉടമ്പടിയിൽ. നമുക്ക് ദൈവത്തോട് കക്ഷിയാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല, ടാലി ആകത്തില്ല. അതുകൊണ്ട് എബ്രാഹവും ദൈവമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നീയുമായിട്ട് ഉടമ്പടി ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാര്യം ദൈവം ആര്? ഒരു മനുഷ്യനാര്? പക്ഷേ നിന്നോട് ഉടമ്പടി ചെയ്യണത് മുഴുവനും എൻ്റെ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഒരു കോംപ്രമൈസ് ചെയ്യണം. എന്താണ്? നീ എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തെളിയിക്കണം. മനസ്സിലായില്ലേ? എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നീ എന്ന് തെളിയിക്കണം. നീ ഒരു കക്ഷിയല്ലേ ഉടമ്പടിയില്ലേ, ബൈലാറ്ററൽ ഉടമ്പടിയല്ലേ, ഉഭയകക്ഷിയല്ലേ, തുല്യകക്ഷിയല്ലേ. അപ്പോൾ ഒരിക്കലും തുല്യകക്ഷി ആകത്തില്ല. എങ്കിലും ഞാൻ നിന്നെ ഉടമ്പടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? കുറഞ്ഞ പക്ഷം നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയുള്ളവനായിരിക്കണം. 17:1. ശ്രദ്ധിക്കട്ടെ. 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ,
എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ലോർഡ്. 17:1 ആ. ഉൽപ്പത്തി പുസ്തകം 17:1 എബ്രാഹത്തിനോട് പറഞ്ഞതാണ്, എൻ്റെ മുമ്പിൽ നീ ഏറ്റു പറഞ്ഞ് എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോൾ ഉടമ്പടി നൽകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. കാര്യം ദൈവവും നമ്മളും തമ്മിൽ ടാലിയല്ല. ഒരു കക്ഷി എന്ന നിലയിൽ ദൈവവും നമ്മൾ തമ്മിൽ ഒരു കക്ഷിയല്ല. എങ്കിലും ദൈവം ഒരു കക്ഷിയായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് ബൈബിളിൽ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണ്? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ഈശോ പറഞ്ഞതാണ്. ആ ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. എന്താണ്? നിന്റെ സ്വർഗസ്ഥനായ പിതാവ് 5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞോളൂ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതായത് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായി അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി മൂവിങ് ടു ദി പെർഫെക്ഷൻ. നമ്മൾ പൂർണ്ണതയിലേക്ക് നീളുകയാണ്. ഇതാണ് എൻ്റെ മാത്തമാറ്റിക്സ്. ഇപ്പോൾ 5:48 എന്താണ്? പരിശുദ്ധാത്മ. ഇതൊന്നും പഠിച്ച വചനങ്ങളല്ലോ, ഇപ്പോൾ ഓൺലൈനിൽ ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. അതായത് ഇതിനെ ലിങ്ക് ചെയ്ത് പരിശുദ്ധാത്മാവിനെ ലിങ്ക് ചെയ്യണത് 17:1 എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമനായിരിക്കുക എന്ന് പറഞ്ഞ അതേ വചനത്തിൻ്റെ തന്നെ പുതിയ നിയമ വേർഷനാണ്. എന്താ? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതായത് എന്നെപ്പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നിസ്സാര കാര്യമല്ല. ഇതിനകത്ത് മുഴുവൻ ഉടമ്പടിയുടെ മുഴുവൻ ആത്മാവെന്ന് പറയണത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. സകല വാഗ്ദാനങ്ങൾ യേശുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ അവൻ്റെ ദൈവമഹത്വത്തിനായി ആമേൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ചെല്ലണ പ്രാർത്ഥനയില്ല. നിർഭാഗ്യവശാൽ 2000 കൊല്ലങ്ങളായിട്ട് നമുക്ക് ചെല്ലണ പ്രാർത്ഥനയെ പരിചയമുള്ളൂ. ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? എന്തിനാണ്? ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് മാറാൻ, ദൈവിക വാഗ്ദാന പ്രകാരം അവൻ പറഞ്ഞ പൂർണ്ണതയിലേക്ക് നീങ്ങാൻ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുകയാണ്. അപ്പോൾ ഇതൊരു മുന്നേറ്റമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് നമ്മൾ. അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. എന്താണ്? നമ്മുടെ കക്ഷി, ദൈവം ഒരു കക്ഷി. കുറഞ്ഞ പക്ഷം ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോകരുതെന്നർത്ഥം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോയത് കായൻ പോയായിരുന്നു, ജൂദാസ് പോയായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാർ സന്നിധി വിട്ട് പോയായിരുന്നു, ഇല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു കൃപയും ഒരു വിളിയുമാണ്. ദാവീദ് എല്ലാ പാപങ്ങളും ചെയ്യുമ്പോൾ അനുതാപം കൊണ്ട് അവൻ പറയും, അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നല്ലേ? ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവം വിഭാവന ചെയ്യുന്ന പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കക്ഷിയായിട്ട് മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം എബ്രാഹത്തിനോട് പറഞ്ഞത്, നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ അപ്ഡേറ്റ് ചെയ്യണം. നീ ഇങ്ങനെ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? സന്നിധി വിട്ട് പോകരുത്. ഉടമ്പടിക്ക് നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, 1 മണിക്കൂർ വചനം വായിക്കുന്നു, സൽപ്രവർത്തികൾ ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താണ്? 17:1 ഉൽപ്പത്തി പുസ്തകം എന്താണ്? ദൈവത്തിന് മുമ്പാകെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് എബ്രായർ 10:24 വരാം. വായിച്ചോളൂ. എബ്രായർ 10:24. ശ്രുതികട്ടെ. എബ്രായർ 10:24. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, സ്നേഹത്തെ കഴിയണം, എങ്ങനെ കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. ഇതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായ? നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് ദൈവം പറയുന്നുണ്ടാവും. ആലോചിക്കുന്നത് പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, അയ്യോ അടുത്ത പ്രാവശ്യം മൊഡ്യൂൾസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ, 4 മൊഡ്യൂൾസും കിട്ടുമോ, ഇനിയും വല്ല റീഡിങ് പോകുമോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ മൊഡ്യൂൾസിനെ കുറിച്ചാണ്. പക്ഷേ ഇതെല്ലാം ആലോചിക്കേണ്ടത് ഉടമ്പടിക്ക് ആലോചിക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം വചനത്തിൽ. ഇതെല്ലാം ഇങ്ങനെ സൽപ്രവർത്തികൾ ചെയ്യുന്നതും സൽപ്രവർത്തികളെക്കുറിച്ച് ആലോചിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ്? അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ്. അത് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ്? നമ്മൾ ദൈവത്തോട് അനുയോജ്യമായൊരു പങ്കാളിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ഒരു പങ്കാളിത്തമാണല്ലോ നമുക്ക് വരണത്. അത് കുറ്റമറ്റവനായിരിക്കും. വിപിൻ എന്താ ചെയ്തിരിക്കുന്നത്? വിപിൻ പറയണത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് അവന് ഈ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്നതിന്
തന്നെ യോഗ്യമാക്കാൻ പറ്റാത്ത ചില അയോഗ്യ വശങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവന് മനസ്സിലായി സംഗതി പിശകാണ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ലെന്ന് മനസ്സിലായി. അതാണ് സംഭവം. എൻ്റെ മുമ്പാകെ നിൽക്കണം, കുറ്റമറ്റവനായിരിക്കണം, അല്ലേ? അതുപോലെ തന്നെ അവൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ തുല്യ പങ്കാളിയെപ്പോലെ യോഗ്യത പ്രാപിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവനെന്ത് ചെയ്ത് ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ സിഗരറ്റ് ഉപേക്ഷിക്കണമെന്ന്. അത് കൃപ നിറയാമ്പൻ്റെ വഴികളാണ് ഈ സംഭവം. പക്ഷേ എന്നാലും പഠിക്കാൻ പറ്റണില്ല പാവത്തിന്. കാര്യം അവൻ്റെ കോൺഫിഡൻസ് മുഴുവൻ കളയണത് ഈ അരിയറല്ല, ഈ ഇൻറ്റേണലാണ്. എങ്ങനെ പഠിച്ച് ജയിച്ചാൽ ഇൻറ്റേണൽ പോയത് കഴിഞ്ഞ് അസസ്മെൻറ്റ് വരുമ്പോൾ കുളമായി പോകത്തില്ല എങ്കിലും. എന്നിട്ട് ഇവൻ 20 പരീക്ഷകൾ എഴുതാൻ തുടങ്ങി. പരീക്ഷ ഹോളിൽ കയറിയപ്പോൾ ഒന്നും മനസ്സിലാവണില്ല, ഒന്നും ഓർക്കണമില്ല. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം ഞാൻ എഴുതാമെന്ന് പറയും. പരീക്ഷ ഹോളിൽ കയറുന്നത് പറയും. അപ്പോൾ അവർ തമ്മിൽ അതിനുള്ളിൽ ഭയങ്കര ഇൻറ്റിമസി ആയിപ്പോയി. കാര്യം ഇവനെല്ലാം ഇങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. ഇവനിങ്ങനെ കർത്താവിൻ്റെ അവൻ പറയണ പോലെ എല്ലാം കൃത്യം ഒരു ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. അതായത് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ അവന് സിൻസിയറായിട്ട് മനസ്സിലാക്കിയിട്ട് അമ്മ അവനോട് പറയും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അപ്പോൾ ഇവൻ എഴുതാൻ തുടങ്ങിയിട്ട് കക്ഷിക്ക് അധികം ശരിക്കും ഒന്ന് ഹോംവർക്ക് ചെയ്യാതെ എഴുതുകയാണ്. അതുകൊണ്ട് അവൻ പച്ചക്ക് അമ്മയോട് പറയും, അമ്മ ഞാൻ നിർത്തുകയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് മര്യാദക്ക് പഠിച്ചിട്ട് വന്ന് എഴുതുക, ഇപ്പം എൻ്റെ തലയിൽ ഒന്നുമില്ല, ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ദൈവത്തെ എന്തിനാ പരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ അമ്മ അവനോട് പറയും, നീ എഴുതാൻ പറയും. ഇതാണ് കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് പറയണത്. ആ പരീക്ഷ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പറഞ്ഞു കൊടുക്കും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അമ്മ അവനെ ഇരുത്തിക്കൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം 20 പരീക്ഷ എഴുതിക്കും. 20 പരീക്ഷ എഴുതിക്കുമ്പോൾ ഇവനെക്കുറിച്ച് പറയുന്നൊരു കമൻ്റ് ഉണ്ട്. ഞാൻ എഴുതി അവസാനം ഞാൻ പറഞ്ഞു, അതായത് ഞാനിങ്ങനെ എഴുതുമ്പോൾ ഇത് എവിടെ നിന്നാണ് ആരാണ് പറഞ്ഞു തരണമെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എനിക്കിങ്ങനെ ഉത്തരം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന്. മനസ്സിലായോ? കൃപ വന്ന് നിറയുകയും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മയെല്ലാം പറഞ്ഞു തരികയും ചെയ്യുകയാണ്. എന്നിട്ട് ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ, ഈ 20 പരീക്ഷ എഴുതി കഴിയുമ്പോൾ, അരിയറെല്ലാം എഴുതി കഴിയുമ്പോൾ ഇവൻ കോൺഫിഡൻ്റ് ആകുമ്പോൾ അവൻ ജയിച്ച പോലെയാവും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഇടിപെട്ട് റിസൾട്ട്, എല്ലാ പേപ്പർ ക്ലിയർ ചെയ്യും. അതായത് അതൊക്കെ ഒരാളിൽ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഇത് മെറിറ്റൊന്നും ഇല്ല അവന്, ശരിക്കും പറഞ്ഞാൽ യോഗ്യതയില്ല. ഇവിടെ എന്താ ഉള്ളത്? ഗ്രേസ് ഉണ്ട്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി വർക്ക് ചെയ്യണത് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ മെറിറ്റ് വേണ്ടേ എന്നല്ല പ്രശ്നം. മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ മെറിറ്റ്. മനസ്സിലായ? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്ക്, സത്യസന്ധമായ കഠിനാധ്വാനം ഉണ്ടെങ്കിലും ചില സമയത്ത് മെറിറ്റ് ഡാമേജായി പോകാം. അങ്ങനെ വന്നാൽ ഉടമ്പടി നിങ്ങളെ താങ്ങി നിർത്തും. കാരണം എന്താണ്? ഉടമ്പടി നമുക്ക് ലഭിക്കണത് എന്താണ്? ഗ്രേസാണ്. ദൈവവചന ഗ്രേസാണ് കിട്ടുന്നത്. അതല്ല, ഇവൻ ഇതുകൊണ്ട് കൂട്ടുകാരത്ത് പറഞ്ഞു കൊടുത്ത് 32 അരിയറുണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ട് അവൻ എഴുതിച്ചിട്ടുണ്ട്. ഇതേ സ്പിരിറ്റിൽ കൺവേ ചെയ്ത് നിങ്ങൾ വിചാരിക്കണത് ഈ ഒരു വ്യക്തി ഓൾ ഓൺ എ സഡൻ അമ്മയുമായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തിയാണ്, ഒരു കൃപാസന പത്രം കൊണ്ട്. ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. അതറിയുമ്പോഴാണ് പ്രശ്നം പറയണത്. അയാൾ ഒരു ക്രിസ്ത്യൻ അല്ല, ഐ മീൻ ഇത് ബാപ്റ്റിസ്റ്റ് അല്ല അയാൾ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചാലും അതിനു വേണ്ടി ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം എബ്രഹാത്തിനോടെന്ന പോലെ അവനോട് പങ്കുചേർന്ന് അവനോട് കൂട്ടുകൂടും. തന്നെയിലെ മരിയൻ ഉടമ്പടി ആയതുകൊണ്ട് അമ്മ ഇങ്ങനെ സഞ്ചാരി മാതാവാണ്. എന്താ പ്രശ്നം? ഉടമ്പടിയുടെ ഒരു ഘട്ടമല്ലേ, ഒരു കഷ്ണമല്ലേ അത്? എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ വരൂ. അപ്പോൾ ഒരു സിംഗിൾ ഈവൻറ്റിനല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. വചനം എന്താ പറഞ്ഞിരിക്കണത്? ഏറ്റു പറഞ്ഞ്, നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം ഞാൻ വരും. അപ്പം നമ്മളൊരു സിംഗിൾ, അത് ജോഷുവ 1:9 അവസാനത്തെ വചനമാണ്. ജോഷുവ 1:9 എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ പോകുന്നിടത്തെല്ലാം. അപ്പോൾ ഒരു സ്ഥലമല്ലല്ലോ, ഇല്ലേ? അതായത് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഏതെല്ലാം മേഖലകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി ഉറപ്പ് വരുത്തുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ എന്തെല്ലാം മൂവ്മെൻറ്റ് നടത്തുന്നു അതെല്ലാം ദൈവം ഗ്യാരണ്ടി ചെയ്യും.